പക്ഷേ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു കൊലപാതകം എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കരുതിക്കൂട്ടി, അതായത് അനിലയോടൊപ്പം സഞ്ചരിക്കുന്നത് നേരത്തെ പത്മരാജൻ ഉദ്ദേശിച്ചിരുന്ന ആളായിരുന്നിരിക്കാം. അങ്ങനെ കരുതി ആയിരിക്കണം ഒരുപക്ഷെ പത്മരാജൻ ഇങ്ങനെ ഒരു സ്ഥലവും സമയവും ഒക്കെ തെരഞ്ഞെടുത്തത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ സമയത്ത്, അതായത് ഈ ചെമ്മാമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ സമയത്ത് ആൾസഞ്ചാരം കുറവായിരിക്കും, വാഹനങ്ങൾ കുറവായിരിക്കും എന്ന് നേരത്തെ തന്നെ പത്മരാജന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നോക്കുമ്പോൾ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്ന് പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായും അനുശ്രീ, ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് കരുതിക്കൂട്ടി നടത്തിയ, ആസൂത്രിതമായി നടത്തിയ ഒരു അരുംകൊല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവിടെ പക്ഷേ പത്മരാജൻ ലക്ഷ്യം വെച്ചത് അനിലയെയാണോ അതെയോ അനിലയുടെ സുഹൃത്തിനെ ആണോ എന്നതിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. അതല്ല ഇനി രണ്ടുപേരെയും കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. എന്തായാലും കൊലപാതകം എന്നത് തന്നെയാണ് പത്മരാജന്റെ ലക്ഷ്യം എന്നത് വ്യക്തമാണ്. കാരണം അതിന് തയ്യാറെടുത്തുകൊണ്ട് പെട്രോൾ, അതായത് ചെറിയ അളവിലല്ല, കന്നാസിൽ ആയിരുന്നു പെട്രോൾ കരുതിയിരുന്നത് എന്ന വിവരമൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ അത് നമ്മൾ ആവർത്തിച്ചു പറയുന്നു, അതൊക്കെ പ്രാഥമികമായ വിവരമാണ്. മാത്രവുമല്ല, ഈ കത്തി നശിച്ച വാഹനത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് ബേക്കറി നടത്തുന്ന ഒരാൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ബേക്കറിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയും പാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ശേഷിപ്പുകളും അവശിഷ്ടങ്ങളും ഒക്കെ ഈ തീപിടുത്തത്തിന്റെ ബാക്കി പത്രമായി ഉണ്ട്. ഇനി അതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ തീ വളരെ പെട്ടെന്ന് ആളിപ്പടരുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സാധാരണ നമുക്കറിയാം, അങ്ങനെ ഒരു ചെറിയ അളവിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ അങ്ങനെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. നിമിഷങ്ങൾക്കകം അവിടെ അടുത്തേക്ക് പോലും, ആ വാഹനത്തിന് അടുത്തേക്ക് പോലും എത്താൻ പറ്റാത്ത തരത്തിൽ തീ ആളിപ്പടർന്നു എന്നുള്ളതാണ്. അവിടെ അനുസരിച്ച് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാമല്ലോ, ഈ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൊല നടത്തുമ്പോൾ പെട്രോൾ വളരെ പെട്ടെന്ന് പെട്രോളിന്റെ മുഴുവൻ ഭാഗവും ആളിക്കത്തും എന്നുള്ളതാണ് പെട്രോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ വാഹനത്തിനുള്ളിലേക്ക്, അതായത് അനിലയും സോണിയും സഞ്ചരിച്ച കാറിന്റെ ഉള്ളിലേക്ക് തന്നെ ആയിരുന്നിരിക്കണം പത്മരാജൻ പെട്രോൾ ഒഴിച്ചത്. അങ്ങനെ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കാറിനകത്തേക്ക് തീ കൊളുത്തി എറിയുന്നു. അത് ലൈറ്ററോ ഒരു പക്ഷേ മറ്റ് എന്തെങ്കിലും തീപ്പെട്ടിയൊക്കെ ഉപയോഗിച്ചാകാം. നിമിഷങ്ങൾക്കകം തന്നെ കാറിനകത്ത് നിന്ന് തീ ഉയർന്നു എന്നാണ് പ്രദേശവാസികളും ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. അങ്ങനെ ആണ് ആ തീ കത്തുന്ന നിലയിലാണ് പുറത്തേക്ക് ഒരാൾ എത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അത് സോണി ആകണം എന്ന് നമുക്ക് അനുമാനിക്കാനേ സാധിക്കുകയുള്ളൂ. ശരി അഭിലാഷ്, ഇപ്പോൾ പഞ്ചായത്ത് അംഗമായ ശ്യാംകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്യാംകുമാർ, എന്തൊക്കെയാണ് കൂടുതലായി വിവരങ്ങൾ ലഭിക്കുന്നത്? എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം? ഇവര് ഫാമിലി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് തങ്ങളിലെ ഫാമിലി വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്കുണ്ടായിരുന്ന വീട് ഇവര് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇപ്പം കൊല്ലത്തോട്ട് ഒരു കട തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാറിയത്. ഓരോ 1.5 മാസമായി. അപ്പൊ അവിടെ മാറി താമസിച്ച് അതിനുശേഷം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. ഫാമിലി വിഷയങ്ങൾ ഇവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് 1-2 പ്രാവശ്യം കോട്ടയം സ്റ്റേഷനിലും ഒക്കെ പരാതിയും വിളിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ശ്യാംകുമാർ, അതുപോലെ തന്നെ അനിലയ്ക്കൊപ്പം ബേക്കറിയിൽ ഒരു സുഹൃത്തിനെ കണ്ടതാണ് പ്രതിയെ ചൊടിപ്പിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ അതിൽ ഇടപെട്ട ഒരു പഞ്ചായത്ത് മെമ്പർ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ കട തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളിനുമായിട്ട് ചേർന്ന് തുടങ്ങുന്നതിൽ ഈ പത്മരാജന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെന്നും, അപ്പൊ അതിനെ ചൊല്ലി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തർക്കം ഉണ്ടായതായിട്ടൊക്കെ ഇപ്പം ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞത്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? പോലീസിൽ നിന്ന് ഇദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വൈഫിന്റെ ഒരു കട തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന് തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടുത്തെ ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നത് കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നതിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണെന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാര്യയ്ക്കൊപ്പം ഭാര്യയും സുഹൃത്തിനെയും ഒരുമിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു ഇത് നടത്തിയത്?
അതിനെക്കുറിച്ച് അറിയില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ അറിയാവൂ. കൂടുതൽ വസ്തുക്കൾ നമുക്ക് തിരക്കെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. ശരി ശരി. ശ്യാംകുമാർ പഞ്ചായത്ത് അംഗമാണ് നമുക്കൊപ്പം ചേർന്നത്.